എങ്ങനെ നിക്ഷേപം സുരക്ഷിതമാക്കാം എന്നതിൽ, ഈ രീതിയിലല്ലാതെ എങ്ങനെയൊക്കെ സൂക്ഷിക്കാം എന്നതിൽ ഈ ചർച്ച കാണുന്നവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ പൂർണ്ണമായിട്ടും എനിക്ക് ഇതിനു മുമ്പ് പറഞ്ഞ പാനലിസ്റ്റിന്റെ അഭിപ്രായങ്ങളോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം ഇതൊരു ഷോ ഓഫ് നടത്തുക എന്നുള്ളതാണ് പല ആളുകളുടെ ലക്ഷ്യം. ഇത് പറയുമ്പോഴും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്വർണം ഓർണമെന്റ്സ് ആയിട്ട് മേടിച്ച് സൂക്ഷിക്കുന്നത് എപ്പോഴും ഒരു നഷ്ടക്കച്ചവടമാണ്. ഇൻവെസ്റ്റ്മെന്റിന്റെ ആംഗിളിലാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. സ്വർണം ഒരു നല്ല അസറ്റാണ്. അത് നമുക്ക് ഒരു 10-15% വരെ നമ്മളുടെ ഉള്ള മൊത്തം ആസ്തിയുടെ അത് വരെ ആ ലെവല് വരെ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ആ ഒരു ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഗോൾഡ് കോയിൻസ് ആയിട്ടോ ബാറായിട്ടോ വാങ്ങിയിട്ട് ബാങ്ക് ലോക്കറിൽ വെക്കുക എന്നുള്ളതാണ് ഇതിന് ഒരു സൊല്യൂഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടക്കും, ബാങ്ക് ലോക്കറിൽ അത് ഇരിക്കുന്നതുകൊണ്ട് കമ്പാരിറ്റീവ്ലി സേഫ് ആയിരിക്കും. അത് വീട്ടിലായാലും വെക്കുന്നത് ഒരു കാരണവശാലും സേഫ് അല്ല. അതുപോലെ തന്നെ അത് അണിഞ്ഞുകൊണ്ട് ഇതുപോലെ വലിയ തോതിൽ ഗോൾഡ് ധരിച്ചുകൊണ്ട് പുറത്ത് കറങ്ങി നടക്കുന്നത് അത് ഒട്ടും സേഫ് ആയിട്ടുള്ള കാര്യമാണ്. അത് വളരെയേറെ അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാകുന്നുമില്ല. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഡിജിറ്റൽ രീതിയിലും ഇപ്പൊ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കുറച്ച് നാൾ മുമ്പ് റിസർവ് ബാങ്ക് ഇറക്കിയ ഗോൾഡ് ബോണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ ആയിട്ട് തന്നെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ ഗോൾഡ് കീപ്പ് ചെയ്യാം. ഗോൾഡിന്റെ അപ്രീസിയേഷൻ, അതായത് ഗോൾഡിന്റെ വില കൂടുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. അത്തരത്തിൽ നമ്മൾ ഗോൾഡ് കോയിൻസോ ബാറോ ഡിജിറ്റൽ ഗോൾഡോ ഇല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ പോലെയുള്ള ഫണ്ടുകളിലും ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗോൾഡ് ETF-കളുണ്ട്. ഇതൊക്കെ വാങ്ങുന്നതാണ് എന്തുകൊണ്ടും ഈ നിക്ഷേപകർക്ക് നല്ലത്. ഫിസിക്കലായിട്ടുള്ള ഗോൾഡ് മേടിച്ച് വീട്ടിൽ വെക്കുന്നതോ അത് ഓർണമെന്റ്സ് ആയിട്ടുള്ള ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിന് മേടിക്കുന്നതോ രണ്ടും ഒട്ടും അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമല്ല. ശരി, എന്തായാലും ലീഗൽ മണി ഏതെങ്കിലും തരത്തിൽ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇൻഫർമേഷൻ ആവും പ്രിൻസ് ജോർജ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. എന്തായാലും കൊള്ളക്കാർ, കവർച്ചക്കാർ കേരളത്തെ ലക്ഷ്യമിടുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാകാനിടയുള്ള ആളുകളും വീടുകളും അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അവിടെ കൃത്യമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. പോലീസ് അവരെ നിരീക്ഷിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഓരോ സംഭവങ്ങളും ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് അത് വാർത്തയാകുന്നതും പോലീസ് പ്രതികൾക്ക് പിന്നാലെ പായുന്നതും. നമുക്ക് സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ സൂക്ഷിക്കാം. അതിന് ആർക്കെങ്കിലുമൊക്കെ ഈ ചർച്ച ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.